നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഇറക്കുവാനാണ് കോൺഗ്രസ് നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് ഈയൊരു നീക്കം. മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഇറക്കുന്നതിലൂടെ വിവാദം മറികടക്കുവാൻ സാധിക്കുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. വനിതയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇത് പാർട്ടിക്കുണ്ടാക്കിയ തിരിച്ചടി മറികടക്കുവാൻ മികച്ച സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ ഇറക്കുവാൻ തന്നെയാണ് തീരുമാനം. ജനുവരി അവസാനത്തിനകം ഈ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് വിവരം. ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ രാഹുൽ നിലവിൽ പാർട്ടിക്ക് പുറത്താണ്. പാലക്കാട് ജില്ലയിലെ ഒരു നേതാവിന് അവസരം നൽകണമെന്ന ആവശ്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വെച്ചതാണ്. ജില്ലാ കോൺഗ്രസിന്റെ എതിർപ്പ് മറികടന്നാണ് രാഹുലിനെ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചത്. രാഹുല് സ്ഥാനാർത്ഥിത്വം നൽകിയതിനെ പരസ്യമായി വിമർശിച്ചായിരുന്നു പി സരീൻ അടക്കം യുവ നേതാക്കൾ പാർട്ടി വിട്ടതും. തുടർന്ന് BJP സ്ഥാനാർത്ഥിക്കെതിരെ 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മണ്ഡലത്തിൽ വിജയിച്ചത്. എന്നാൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് കൃത്യം 1 വർഷം തികയുന്ന ദിവസം ലൈംഗികാതിക്രമ പരാതിയെ തുടർന്ന് രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയായിരുന്നു. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. 2 ലൈംഗികാതിക്രമ കേസിലും മുൻകൂർ ജാമ്യം ലഭിച്ച രാഹുൽ നിലവിൽ മണ്ഡലത്തിൽ സജീവമാണ്. പിന്നാലെ തുടർച്ചയായി ഒളിവിൽ കഴിഞ്ഞ രാഹുൽ ജാമ്യം കിട്ടിയതിന് പിന്നാലെ മണ്ഡലത്തിലെത്തി നിവേദനങ്ങൾ സ്വീകരിക്കുകയും ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിലും രാഹുൽ മാങ്കൂട്ടത്തിലെത്തി സ്ഥാനാർത്ഥികൾക്കായി വോട്ടും തേടിയിരുന്നു. മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണ്ണമായും ഒഴിവാക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഇപ്പോഴും രാഹുലിനെ ഒരു തരത്തിലും പ്രവർത്തകർ തള്ളിക്കളയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്തി ഒരുത്തരും ജില്ല പിടിക്കാമെന്ന് കരുതണ്ട എന്നൊക്കെയാണ് പ്രതിഷേധ കമന്റുകൾ ഉയർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവൻ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നുവെന്ന് അംഗീകരിക്കുമ്പോൾ പോലും അവൻ ഒരു പോരാളിയായിരുന്നു. മുന്നിൽ നിന്ന് പട നയിക്കുവാൻ കഴിവുള്ളവനായിരുന്നു. യുവതയെ തനിക്കൊപ്പം ചേർത്ത് നിർത്തുവാൻ കഴിവുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ പിന്നിൽ പ്രവർത്തിക്കുവാൻ യുവാക്കൾ ഉണ്ടായിരുന്നു. ആർക്കു മുന്നിലും തല കുനിക്കാത്ത ഒരു പോരാളിയായിരുന്നു അവൻ. സംഘടനയെ മുന്നോട്ട് നയിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ചെറുപ്പക്കാരനായിരുന്നു. യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് ഇത്രയേറെ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുവാൻ അവന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞുവെന്നത് പകൽ പോലെ സത്യമാണ്. രാഹുലിന്റെ നേതൃപാടവം അത് ഈ പ്രസ്ഥാനത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായിരുന്നു. നിന്നിലെ എല്ലാ തെറ്റുകളും തിരുത്തി നീ തിരിച്ചു വരണം. നിന്നോളം ഈ സംഘടനയെ മുന്നോട്ട് നയിക്കുവാൻ ശക്തനായ മറ്റൊരാളില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു എന്നാണ് ജോബി തോമസ് പനമൂട്ടിൽ എന്നൊരാൾ കുറിച്ചത്. ഒരു മേയർ സ്ഥാനം കിട്ടാതെ വന്ന 4 തവണ കൗൺസിലറായ കോൺഗ്രസുകാരി പ്രസ്ഥാനത്തെ അടക്കം നേതാക്കളെ തള്ളിപ്പറയുന്നു. രാഹുൽ ഒരക്ഷരം മറുത്തു പറഞ്ഞിട്ടില്ല. ആരാ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയത് പറ എന്ന ചോദ്യമാണ് ഉയർത്തിക്കാട്ടുന്നത്. ഇയാൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി താനൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. അയാളുടെ പേരിൽ നടപടിയെടുത്തവർ അയാളുടെ വാദം ശരിയാണോ എന്ന് അന്വേഷിക്കണമായിരുന്നു ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അത് ഉണ്ടായില്ല. നടന്നതെല്ലാം ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന കാര്യം അരിയാഹാരം കഴിക്കുന്ന ഭക്ഷിക്കുന്നവർക്കുമൊക്കെ നേരത്തെ തന്നെ മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ ജനപിന്തുണ ഇത്രമാത്രം കൂടിയത്. നേതാക്കൾ നല്ലതുപോലെ ആലോചിക്കൂ എന്നാണ് ജോർജ് പൂനാട്ട് എന്നൊരാളും കുറിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണ്ണമായ ഒഴിവാക്കലും സർപ്രൈസ് സ്ഥാനാർത്ഥി ഇറക്കാനുള്ള നീക്കവും ഒക്കെ കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾക്ക് നിർണായകമാണെന്നത് വ്യക്തം. ജനുവരി അവസാനം പ്രതീക്ഷിക്കുന്ന തീരുമാനമാണ് ഇനി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുക. കോൺഗ്രസ് നേതൃത്വമെടുക്കുന്ന അന്തിമ നിലപാട് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത്.